ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. സോ ഇന്ന് കുറേ ദിവസമായിട്ട് ഐ വാസ് വണ്ടറിലേക്ക് എന്തെങ്കിലും ഗ്രൂമിങ് ചെയ്യണം, ആസ് ഇൻ എന്തെങ്കിലും പാമ്പർ ചെയ്യണം എന്നൊക്കെ. കാരണം ഇരിക്കുന്ന കോലമെൻറ്റിൽ ഭയങ്കര ബാഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് നെയിൽ പോളിഷൊക്കെ ഇടണം, തലയിൽ എണ്ണ തേക്കണം, ക്ലീനപ്പ് ചെയ്യണം എന്നൊക്കെ. എല്ലാം വീട്ടിൽ തന്നെയാണ്. സോ സിൻസ് ഇറ്റ് സൺഡേ ഞാനും സ്വാതിയും കൂടെ പാമ്പർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ രാവിലെ തന്നെ ഞങ്ങൾ ഫ്രഞ്ച് ടോസ്റ്റൊക്കെ കഴിച്ചു. അപ്പോൾ കുറച്ച് ഫിഷ് കിട്ടി. അപ്പോൾ ഫിഷ് ഫ്രൈയും പിന്നെ ഒരു ഗീ റൈസ് വെക്കാമെന്നാണ് വിചാരിക്കണം. അപ്പോൾ റൈസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഫിഷും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാമ്പറിങ്ങിലോട്ട് പോവാം. ആൻഡ് ഈവനിങ് വി ആർ പ്ലാനിങ് ടു ഗോ സംവെയർ. കുറേ ദിവസമായിട്ട് ഞാൻ ലാസ്റ്റ് ഡേ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കല്ല് വെച്ച കോവിൽ, എന്തോ പാറക്കല്ലൊക്കെ ഉള്ളൊരു കോവിൽ. അപ്പം അവിടെ പോകണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായി. അപ്പം അങ്ങോട്ട് പോകണം. എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് സ്കിന്നിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇത് ആക്നി സ്കാർസ് ഉണ്ട്. അപ്പോൾ ആക്നി സ്കാർസിനല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അല്ല ആക്നി സ്കാർസിനാണ് ചെയ്യുന്നത്, മാർക്കിനല്ല. എന്ന് വെച്ചാൽ ഈ ബ്രൗൺ ഡോട്ട്സ് ഉണ്ടല്ലേ, അപ്പം അത് നമ്മൾ ഇവൻച്വലി മരുന്നൊക്കെ യൂസ് ചെയ്തിട്ട് പോത്തുള്ളൂ. ഈ കുഴിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ചിക്കൻ ബോക്സിൻ്റെ ആണ്. അപ്പോൾ അത് കുറേ പാടുപെടും പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിവേ സ്കിൻ ഈസ് ഹീലിംഗ് എന്നാണ് തോന്നുന്നത്. ഈ വീഡിയോയിൽ ഭയങ്കര വൃത്തിയായിട്ടിരിക്കുന്നത്. സോ എനിവേ നമുക്ക് പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ ചെയ്തിട്ട് റെഡി ആവാം. പാമ്പർ ചെയ്യേണ്ടതാണ്. രാവിലെ തന്നെ ഒരു അബദ്ധം പറ്റി. പപ്പിയുടെ ചെയിൻ ഞാൻ എടുത്ത് തറയിലിട്ടു. അത് താഴത്തെ ബാൽക്കണിയിൽ പോയി. അവിടെ പോയി നോക്കിയിട്ട് കിട്ടിയതില്ല. ലൈക്ക് ദേ വർ നോട്ട് ദെയർ. വീട്ടിൽ വന്നിട്ടുണ്ട്. പപ്പിയുടെ ചങ്ങല ലൈറ്റായിട്ട് കാണാമോ? ഇതോ അവിടെ കിടപ്പുണ്ട്. ചെറിയ മഴയൊക്കെ ഉണ്ട്. ഇങ്ങനെ വാവയാണോ? ഫിഷ് ഇടുന്നത് അത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടി. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലീനപ്പ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ആവി പിടിച്ചിട്ട് ബ്ലാക്ക് ഹെഡ് ടൂളുണ്ട്, അപ്പോൾ ബ്ലാക്ക് ഹെഡ് റിമൂവ് ചെയ്ത് കളയണം. എന്നിട്ട് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എനിക്ക് റേസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ കുറച്ച് എക്സസ് ഹെയർ ഉണ്ട്, അപ്പോൾ റേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് പാക്ക് ഇട്ടിട്ട് ഷീറ്റ് മാസ്ക് ഇടണം. ഇത്രയാണ് സംഭവം. പിന്നെ ഹെയർ ഓയിൽ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകുന്നുണ്ട്, അപ്പോൾ കോവിലിൽ പോവാം. അപ്പോൾ ഫിഷ് കഴിച്ചിട്ട് കുളിക്കാതെ കോവിലിൽ പോകാൻ പറ്റില്ല. അപ്പം ഫിഷ് കഴിച്ചതിന് ശേഷം നമ്മൾ തലയിൽ എണ്ണ തേച്ചിട്ട് കുളിച്ചിട്ട് പോകാമെന്നാണ് എൻ്റെ പ്ലാൻ. ഇഗ്നോർ ദി കണ്ടീഷൻ ഓഫ് ദിസ് പാത്രം. കാരണം ഇവിടെ അത്രയും പാത്രമില്ല. ഇവിടെ ഉണ്ടായിരുന്ന പാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. യൂഷ്വലി ഞാൻ ഈ ഫിസിക്കൽ സ്ക്രബ് യൂസ് ചെയ്യില്ല. കാരണം അത് സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. ഞാൻ കെമിക്കൽ പീലാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ലാസ്റ്റ് ഡേ എൻ്റെ കയ്യിൽ നിന്ന് കെമിക്കൽ പീൽ തറയിൽ നിന്ന് പൊട്ടിപ്പോയി. അപ്പം സിൻസ് ഐ ഡോണ്ട് ഹാവ് എനി അത് ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വൈറ്റ് ഹെഡ്സ് വരുന്നതുണ്ട്, ബംസ് വരുന്നതുണ്ട്. ഐ തോട്ട് ഐ വിൽ യൂസ് എ ഫിസിക്കൽ സ്ക്രബ്. പക്ഷേ ഞാൻ പുറത്തുനിന്ന് മേടിച്ചതല്ല. ഐ മേക്ക് എ സ്ക്രബ് ഓഫ് മൈ ഓൺ. അപ്പോൾ വീട്ടിൽ ആണ് ഞാൻ സ്ക്രബ് ഉണ്ടാക്കുന്നത്. സ്റ്റോർ സ്ക്രബ് അല്ല, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്രാനുവൽസ് ഉള്ള കോഫി പൗഡറും കുറച്ച് കോക്കനട്ട് ഓയിലും ഇച്ചിരി ഹണി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്ക്രബ് ചെയ്യാൻ പോകുന്നത്. കോട്ട സ്ക്രബ് ഹിയർ തിക്ക് പേസ്റ്റ് ആണ്. കൂടുതലും ഫിസിക്കൽ സ്ക്രബ് ഫേസ് ഫുൾ യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യേണ്ട സ്ഥലങ്ങൾ. അപ്പോൾ ഞാൻ ചീക്സ് സ്കിപ്പ് ചെയ്യാണ് ഫോർ നൗ. ഇവിടെയാണ് എനിക്ക് കുറച്ച്. സോ ഇത് പോകാൻ വേണ്ടിയിട്ട് ടങ് സ്ക്രബ് ചെയ്യുകയും ചെയ്യാൻ പാടില്ല. ഞാൻ പണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് വീക്ക്ലി വൺസ് സ്ക്രബ് യൂസ് ചെയ്യായിരുന്നു. പിന്നെയാണ് ഡെർമാക്ക് പറഞ്ഞത് യു ഷുഡ് നോട്ട് ബി യൂസിങ് ഫിസിക്കൽ സ്ക്രബ് ഇങ്ങനെ ഇത്രയും ഓഫൺ. അപ്പോൾ എൻ്റെ സ്റ്റോപ്പ്. പക്ഷേ ഇത് യൂസ് ചെയ്ത് പെട്ടെന്ന് പോവും. ലൈക്ക് നല്ല റിസൾട്ട് കാണും. പക്ഷേ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് കേൾക്കും നമ്മുടെ സ്കിന്നിലെ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോകും. പക്ഷെ പോകത്തില്ല. വീക്ക്ലി നമ്മൾ എത്രത്തോളം ഓഫൺ ഇത് ചെയ്യുമോ അത്രത്തോളം കൂടുതലായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വരും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ക്രബ് ചെയ്ത് അപ്പം തന്നെ വാഷ് ചെയ്ത് കളയാം. ചെറുതായിട്ട് ചുമന്ന് ഇരിക്കുന്നില്ല, സ്കിൻ സെൻസിറ്റീവ് ആവുന്നതാണ്. അപ്പം ഞാൻ വാഷ് ചെയ്തു. അത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്കിവിടെ കുറച്ച് ബേബി ഹെയർസ് ഉണ്ട്. സോ ഐ എം ഗോയിങ് ടു ഷേവ് ഇറ്റ് ഓഫ്. ഇപ്പോൾ ഷേവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ബോംബെ ഷേവിങ് കമ്പനിയുടെ അലോവേറ ജെൽ യൂസ് ചെയ്യും. ഏത് അലോവേറ ജെൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ലൈക്ക് ശരിക്കും പ്ലാന്റിൽ നിന്ന് അപ്പം എടുത്ത് അലോവേറ ജെൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതൊരു തിക്ക് ലെയർ ഇട്ടിട്ട് ഷേവ് ചെയ്യുമ്പോൾ സ്കിന്നിൽ മറ്റേ ഈ പാടോ ലൈക്ക് കട്ട് മാർക്സോ അങ്ങനെയൊന്നും വരത്തില്ല. ഓൾസോ നമുക്കൊരു ഗ്രിപ്പ് കാണും, ലൈക്ക് എത്രത്തോളം നമ്മൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. ഇത് ഹെയർ ലൈൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ മുടി ബാക്കിലോട്ട് കേട്ട് നമുക്ക് എക്സസ് ഹെയർ അറിയാം. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കളയാം.
ഓക്കെ, ഷേവിങ്ങിനെ പറ്റി ഒരുപാട് മിത്സ് ഉണ്ട്. ലൈക്ക് ദേശീയ ഷേവ് ചെയ്താൽ ഹെയർ കൂടുതലായിട്ട് വരും, ഇല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാവുന്നൊക്കെ. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ലൈക്ക് 1 or 2 years ആയിട്ട് ഷേവ് ചെയ്യാണ്. സോ ഒരുപാട് വീഡിയോസ് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. സോ ദ തിങ് ഇസ് നമുക്ക് നല്ല ഹെയർ ഹോർമോൺ ലെവലൊക്കെ കാരണം എക്സസ് ഹെയർ ഗ്രോത്ത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഷേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബാഡ് ഫോർ യു. ലൈക്ക് അത് കുറച്ചും കൂടെ കട്ടിയായിട്ട് വളരാനും പിന്നെ ആ ഒരു പാട് നമ്മൾ ഹെയർ റിമൂവ് ചെയ്തതിൻ്റെ പാടൊക്കെ കാണും, കുറ്റി കുറ്റി മുടി പോലെ കാണും. പക്ഷേ ഇഫ് യു ലൈക്ക് മീ ഒരു പഫ് ഹെയർ ലൈക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ പീച്ച് പഫ് എന്ന് പറയുന്നത് നമുക്ക് കുഞ്ഞു മുടി ലൈക്ക് എല്ലാവർക്കും വരുന്ന പോലത്തെ നോർമൽ ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഷേവ് ഇറ്റ് ഒന്നും സംഭവിക്കാൻ പോകണ്ട. ലൈക്ക് അങ്ങനെ എക്സസൈസ് ആയിട്ട് ഗ്രോ ചെയ്യോ അങ്ങനെയൊന്നും വരത്തില്ല. പക്ഷേ അതല്ല അത് മെത്തേഡ്സ് ലൈക്ക് വാക്സ് ചെയ്യും. പക്ഷേ ഫേസ് ഐ വുഡ് നോട്ട് റെക്കമെൻഡ് യു ടു വാക്സ് ഇറ്റ് ബിക്കോസ് നമ്മുടെ സ്കിന്നിനെ സ്ട്രിപ്പ് ഓഫ് ചെയ്യുക. ലൈക്ക് നമ്മൾ ത്രെഡ് ചെയ്യില്ലെന്ന് ചിലർ പറയുന്നത് ത്രെഡ് ചെയ്യാറുണ്ട്. പക്ഷേ സ്കിന്നിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പീൽ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും അത് ഭയങ്കര ഹാർഷായിരിക്കും സ്കിന്നിന് വേണ്ടിയിട്ട്. സോ ബെറ്റർ നോട്ട് ഡു ദാറ്റ്. ഓർ യു ക്യാൻ ഡു ലേസർ. ലേസർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഇപ്പം 4,000 rupees ഒരു സെറ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ഐ എം പ്ലാനിങ് ടു ഡു ഇറ്റ്. അത് ആകുമ്പോൾ നമുക്ക് അപ്പർ ലിപ്സും ഇവിടെയും പിന്നെ ലൈക്ക് സൈഡിലും ഇവിടെ ലൈക്ക് ഒരു പാർട്സ് ഫുൾ ഫേസ് ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല. ഓരോ പാർട്സ് വെച്ച് ചെയ്യുന്നതിന് ഞാൻ ലാസ്റ്റ് ടൈം എന്നെ ആസ്റ്റ് സെറീനിൽ 4,000 rupees ആണ് വരുന്നത്. കുറച്ച് പാടുണ്ട്. ഐ എം ലൈക്ക് ഹീലിങ്. ഐ നോ ലൈക്ക് സ്കിൻ കെയർ ഇസ് ലൈക്ക് നമുക്ക് ആ ഒരു സമാധാനത്തിന് ചെയ്യുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എൻ്റെ മുഖത്ത്. സോ അത് ഞാൻ മരുന്നിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നൗ ഈവൻ എനിക്ക് ഇനിയും ഒരു 2 സിറ്റിങ്ങും കൂടെ ചെയ്യണമെന്നുണ്ട്. അത് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് 2 സിറ്റിങ്ങും കൂടെ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഈ പാടും ടെക്സ്ചേഴ്സൊക്കെ മാറും. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് മൈ PCOD ആൻഡ് ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ലൈക്ക് നൗ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഐ വാസ് നോട്ട് ഓക്കെ വിത്ത് ഇറ്റ് ഏർലിയർ. സ്കിന്നിലൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടായിട്ട് നല്ല സ്കിന്നായിരുന്നു ഇപ്പോൾ പോകുന്നൊക്കെ. പക്ഷേ ഷിറ്റ് ഹാപ്പൻസ് ലൈക്ക് ഇറ്റ്സ് ജസ്റ്റ് സ്കിൻ ക്യാൻ ഹീൽ ഇറ്റ്. ഇതാണ് വീട്ടിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് കടലമാവും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് തന്നിട്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ഒരു സ്പൂൺ കടലമാവും ഒരു പിഞ്ച് മഞ്ഞളും കൂടെ ഇട്ട് ചെയ്യും. കസ്തൂരി മഞ്ഞളായിരുന്നു യൂസ് ചെയ്യേണ്ടത്, കഴിക്കുന്ന മഞ്ഞളല്ല. അപ്പോൾ കസ്തൂരി മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നീറും, പക്ഷേ ഓക്കെ ഭയങ്കരമായിട്ട് നീറില്ല. തൈര് ഒരു ക്രീം പോലെ നമ്മൾ മോയ്സ്ചറൈസർ ക്രീമില്ലേ ആ ഒരു ടെക്സ്ചറിൽ മിക്സ് ചെയ്തെടുത്താൽ വളരെ മാസ്ക് ആയിട്ടുണ്ട്. മാസ്ക് ചൂട് സമയത്ത് ഈ വെയിൽ കഴിഞ്ഞിട്ട് വെയിലത്ത് ഇറങ്ങിയിട്ട് നേരെ വന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഈ സംഭവം ചെയ്യണം നല്ലതായിരിക്കും. എത്ര ടാൻ ആണെങ്കിലും അപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. ക്ലേ മാസ്ക് ഏത് ക്ലേ മാസ്ക് യൂസ് ചെയ്യുമ്പോഴും എൻ്റെ ഡ്രില്ലെന്ന് വെച്ചാൽ ഇത് ഫുള്ളായിട്ട് ഉണങ്ങാൻ സമ്മതിക്കരുത്. ഫുള്ളായിട്ട് ഉണങ്ങി പോവുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പം ഇത് തിക്ക് ലെയറാണ് എപ്പോഴും. ഏത് ക്ലേ മാസ്ക് ആണെങ്കിലും തിക്ക് ലെയർ ആയിട്ട് ഇടണം. എന്നിട്ട് ഇത് ഫുള്ളി ഉണങ്ങി പോകുന്നതിന് മുന്നേ തന്നെ വാഷ് ചെയ്യണം. ശ്രേയ ജെനിയുടെ യൂട്യൂബർ പറയുന്നത് കേട്ടോ. നല്ല മഞ്ഞപ്പില്ല. കുറച്ച് ഫേസ് പാക്ക് തരട്ടെ പപ്പിക്ക്? അയ്യോ അതെ ഒന്നും വേണ്ട, നമ്മളെ പപ്പി ഉണ്ടെങ്കിൽ തന്നെ ചൂണ്ടടിയാ. ആടെ എനിക്കിപ്പോൾ പല്ല് മാത്രമുണ്ട്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ തോന്നുന്നത് ഈ ഒരു ക്ലൈമറ്റിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ. ഓയിൽ ചൂടാക്കിയിട്ട് തല തേക്കും. അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഹെയർ ഓയിൽ ഡയറക്റ്റ് ആയിട്ട് പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുഡ്നെസ് എല്ലാം പോകും, എന്തോ കെമിക്കൽസ് സ്പ്ലിറ്റ് ആകും, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഐദർ യു ക്യാൻ ഡു ഡബിൾ ബോയിലിംഗ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഐ ഡോണ്ട് നോ ഇഫ് ദിസ് വർക്ക്സ് എനിത്തിങ്, പക്ഷെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഏത് പാത്രത്തിലാണ് ചൂടാക്കേണ്ടത് ആ പാത്രം ഞാൻ ഭയങ്കരമായിട്ട് ചൂടാക്കും. എന്നിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കും. അപ്പോൾ ആ ഒരു ഹീറ്റിൽ ഇത് ബോയിലാവും. പക്ഷെ ഒരുപാട് ബോയിലാകാനും പാടില്ല, തിളപ്പിക്കാൻ പാടില്ല. ഇതിലോട്ട് ഡയറക്റ്റ് കൈയിട്ടാൽ പൊള്ളിപ്പോവും. അമ്മ കോട്ടൺ പാഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഒന്നും ഇല്ലാത്തതൊന്നും നമുക്ക് തൽക്കാലം കൈയിട്ടാൽ കണ്ണ് നിർത്തിയിട്ട് നല്ല ക്യാൻസർ ഉണ്ടെന്ന് തോന്നുന്നു. എണ്ണ വെക്കാം. മുടി കുറച്ചായതുകൊണ്ട് കുറച്ച് എണ്ണ വേണ്ടി വരും. പക്ഷെ സ്വാതിക്ക് ക്യാൻസറുണ്ട്. സ്വാതിക്ക് പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു അത്രയും തന്നെ മുടിയുണ്ട്. അപ്പോൾ ഞാൻ കുറേ എണ്ണ എടുത്തിട്ടുണ്ട്. ഒക്കെ തേച്ചു. ഇനി ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചോറ് മീനും കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് വിളിക്കാം. അറൗണ്ട് 3-3:30 ആവാൻ പോവാണ്. ഇപ്പോഴും നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പം മഴ ആയതുകൊണ്ട് അവിടെ എത്തുമ്പോൾ എങ്ങനെയാവും അറിയത്തില്ല. പക്ഷേ
എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് നോക്കാം. ആരും നനഞ്ഞാലും കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ഷീറ്റ് മാസ്ക് ഉണ്ട്. എനിക്ക് ആക്ച്വലി മിനിസോയുടെ ഷീറ്റ് മാസ്ക് ഭയങ്കര ഇഷ്ടം. നൈക്കയെക്കാട്ടിലും എനിക്ക് മിനിസോയുടെ ഷീറ്റ് മാസ്കാണ് ഇഷ്ടം. കാരണം നൈക്ക ഭയങ്കര സ്റ്റിക്കിയാണ്. യൂസ് ചെയ്യുമ്പോൾ എന്തുവേണമെങ്കിൽ പൊട്ടിച്ച് വയ്ക്കാൻ മുഖത്തിന് നൈക്കയുടെ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ മിനിസോയുടെ അങ്ങനെയല്ല, കറക്റ്റ് സിറമൊക്കെ ഉള്ളൂ. റേറ്റും കുറവാണ്, 60 റുപ്പീസേ ഉള്ളൂ. ആൻഡ് ഇത് ഞാൻ ഫോൺസിൽ കണ്ടിട്ട് മേടിച്ചപ്പം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഷീറ്റ് മാസ്ക് ഇടുന്നത്. കോഫിയും ബജിയും വേണം, 4 ബജി വേണം. പ്ലീസ് നന്ദു, പ്ലീസ് നന്ദു.